ഒരു അന്തർദേശീയ വാർത്ത കൂടി വൈകുന്നേരം പരിശോധിക്കുകയാണ്. മറ്റൊന്നുമല്ല, അത് അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെട്ടു വരുന്ന സംഘർഷമാണ്. അത് പല രൂപത്തിൽ പല ഭാവത്തിൽ ഉണ്ടാവുകയാണ്. നയതന്ത്ര ചർച്ചകൾ നടത്തി ഇതിന് പരിഹാരമുണ്ടാവാനുള്ള ട്രംപിൻ്റെ നീക്കമുണ്ട്. പക്ഷേ ഇതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ഒരു വലിയ ഭീഷണി, വലിയ മുന്നറിയിപ്പ്. ആണവ പദ്ധതികളിൽ നിന്നും ഇറാൻ വിട്ടുനിന്നില്ലെങ്കിൽ വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. അത് ഇറാൻ വലിയൊരു വിഡ്ഢിത്തം കാട്ടുന്നു എന്നതിന് തുല്യമാകുമെന്നതാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആ രാജ്യം നേരിടേണ്ടി വരിക കടുത്ത സൈനിക നടപടിയായിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇത് ഈ ചർച്ചകളെ പൊതുവിൽ സ്വാധീനിക്കുന്ന നീക്കമുണ്ടാവുന്ന കാര്യം ആണ്. അതായത് നയതന്ത്ര ചർച്ചകൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ സൈനിക ശക്തി ഉപയോഗിച്ച് ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ഒരു മടിയും വെക്കില്ല. ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളും മിസൈൽ വിക്ഷേപണങ്ങളും പശ്ചിമേഷ്യയുടെ സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണെന്നും ഈ സ്ഥിതി തുടരാൻ അനുവദിക്കുമില്ലെന്നുമാണ് വൈറ്റ് ഹൗസിൻ്റെ നിലപാട്. സ്വാഭാവികമായും ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി ഒട്ടും ചെറുതല്ല എന്നതാണ് സാഹചര്യം. ഇറാൻ്റെ ഇതിനോടുള്ള പ്രതികരണം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ സാഹചര്യം കൂടി ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. അത് പശ്ചിമേഷ്യയുടെ പൊതുവായ സമാധാനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതാണ് അമേരിക്കയുടെ പ്രഖ്യാപനം. ഇതിന് ഇറാൻ്റെ നീക്കങ്ങൾ തടസ്സമാവുന്നുണ്ട്. ഇറാൻ്റെ ആണവായുധ പദ്ധതികൾ ഇതൊക്കെ തടസ്സമാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇറാൻ പിന്മാറണം. അതിനാണ് ഒരു പുതിയ നീക്കം. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റതിന് ശേഷം പല രാജ്യങ്ങളുടെയും ആഭ്യന്തര വിഷയങ്ങളിൽ നേരിട്ട് ചെന്ന് ഇടപെടുന്ന സ്വഭാവം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇറാൻ വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ. എന്തായാലും ഇറാനുമേൽ കടുത്ത സമ്മർദ്ദം പ്രയോഗിക്കുക എന്ന നീക്കമാണ് ഉണ്ടാവുന്നത്. വൈറ്റ് ഹൗസിൻ്റെ വാദം ഇതാണ്: ഈ പശ്ചിമേഷ്യയുടെ പൊതുസമാധാനം എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് പ്രസിഡന്റ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത്. അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും സാധ്യമല്ല എന്നതാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണണം വൈറ്റ് ഹൗസിൻ്റെ അമേരിക്കയുടെ നീക്കം ഏതു തരത്തിലുള്ള പ്രതികരണം ഉണ്ടാക്കുമെന്നത്. എന്തായാലും ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങളെ അതിജീവിക്കാൻ ഇറാൻ എടുക്കുന്ന ബദൽ പദ്ധതികളും നിർണായകമാണ്. വരും ദിവസങ്ങളിലും അത്തരം നീക്കങ്ങൾ നമുക്ക് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.